ചേട്ടാ കഴിഞ്ഞ ദിവസമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റർ വലിയ രീതിയിൽ വിവാദമായത്. നമ്മളെല്ലാം കണ്ടതാണ്. വിഷുവുമായി ബന്ധപ്പെട്ട് ഒരു കുഴിമന്തി കട, പേര് ഞാൻ പറയുന്നില്ല, കടയുടെ പേര് പറയുന്നില്ല. ആ കടയിൽ കൃഷ്ണൻ കുഴിമന്തി നോക്കി നിൽക്കുന്ന ഒരു പോസ്റ്റർ അവർ ഇറക്കി. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ മലപ്പുറത്ത് നിന്ന് വന്ന ഒരു കൂട്ടാളുകൾക്ക് ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ കുഴിമന്തിയും ബീഫും എല്ലാം കഴിച്ച് കൃഷ്ണനെ അവഹേളിച്ചതിൻ്റെ ഫലം നിങ്ങളെല്ലാം അനുഭവിക്കും, എല്ലാ മുസ്ലിങ്ങളും ഇത് അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞ കമൻറ്റുകളൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിലൊരു പോസ്റ്റ് അങ്ങനെ ഇട്ടതുകൊണ്ട് എന്താണ് പ്രശ്നം? ഈ കുഴിമന്തി തിന്നവർ അനുഭവിക്കട്ടെ എന്നുള്ള പോസ്റ്റാണോ? അല്ല, കുഴിമന്തി തിന്നവർ അനുഭവിക്കട്ടെ എന്നല്ല. ഇപ്പോൾ വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ടിട്ടതാണ്. ഒരു കുഴിമന്തി കടയാണ്, സ്വാഭാവികമായിട്ട് അവരവരുടെ പ്രൊഡക്റ്റാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എത്രയോ പരസ്യങ്ങൾ കാണുന്നതാണ്. ഓക്കെ, നിങ്ങളിൽ കുഴിമന്തി തിന്നാത്തവർക്ക് എന്നെ കല്ലെറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഞാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ രാഹുൽ പറയാൻ പഠിച്ച ഹോട്ടലിൻ്റെ പേര് മിറാജ് ഹോട്ടൽ എന്നാണ്. ആലപ്പുഴയിലുള്ള ഒരു ഹോട്ടലാണ്. ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഒരു സഹോദരൻ നടത്തുന്ന ഒരു കുഴിമന്തി കട. നമുക്കറിയുന്ന അറേബ്യൻ ഫുഡുകൾക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സബ് എഡിറ്ററായിട്ട് വന്ന ഒരാൾ എന്നോട് പറഞ്ഞാണ്, ചേട്ടാ നമുക്കൊരു സ്പെഷ്യൽ സ്റ്റോറിയാണ്. ഞാൻ എന്താണ് സ്റ്റോറി? ആഹാരത്തിലെ ജിഹാദ്. എന്താ ചേട്ടൻ ഒന്ന് എറണാകുളം ടൗണിൽ കൂടി ഒന്ന് വാഹനം ഓടിച്ചു നോക്കൂ, എല്ലാ ഹോട്ടലുകളുടെയും പേര് അൽസാജ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എന്തൊക്കെയോ അവനിങ്ങനെ പറഞ്ഞു. അറബിക് ഫുഡുകൾ വിളമ്പുന്ന ഹോട്ടലുകളാണ് ഭയങ്കരമായിട്ടുള്ളത്. അപ്പോൾ കൊച്ചിയിലേക്ക് വരുന്ന ആളുകൾക്ക് പഴയ ആഹാരങ്ങളോടുള്ള വിമുഖതയാകാം ഒരുപക്ഷെ ഇത്തരം ഹോട്ടലുകൾ കൂടിക്കൂടി വരുന്നത്. നമുക്ക് അങ്ങനെ ഹോട്ടലുകൾക്ക് അതിന് നടത്തുന്ന ഉടമസ്ഥൻ വിശ്വസിക്കുന്ന മതപരമായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പേരിടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് പറഞ്ഞ ആ സബ് എഡിറ്റർ ഞാൻ ഇരുന്ന് രൂക്ഷമായിട്ട് നോക്കി. പിന്നീട് ഒരിക്കലും അവൻ എന്നോട് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ വന്നിട്ടുമില്ല എന്നുള്ളതാണ്. ഇനി ഈ ശ്രീകൃഷ്ണനും വിഷുവും മിറാജ് ഹോട്ടലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പറയാം. ഈ വിഷയത്തിൽ ആ ഓണർക്കെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മതവികാരം വ്രണപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന കേസ്. അപ്പോൾ ഇതിന് കൗണ്ടറായി ചിലർ ചോദിക്കുന്നുണ്ട്, നബിയുടെ പടം വെച്ചിട്ട് പന്നിയിറച്ചി വിളമ്പി വെച്ചിട്ട് ഞങ്ങൾ പോസ്റ്റർ ഇറക്കട്ടെ എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരോടൊന്നും എനിക്ക് ഒരു മറുപടിയും പറയാനില്ല. ഇനി നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഒരു സഹോദരൻ നടത്തുന്നൊരു ഹോട്ടലിൽ, അതും നോൺ വെജ് വിഭവങ്ങൾ വിളമ്പുന്നൊരു ഹോട്ടലിൽ, ആ ഹോട്ടലുകാരൻ ഹൈന്ദവൻ്റെ ആഘോഷമായ വിഷുവിന്, കേരളത്തിൻ്റെ മുഴുവൻ ആഘോഷമാണെങ്കിൽ ഇതൊരു വിശ്വാസപരമായി ആഘോഷിക്കുന്ന ഹൈന്ദവ സമൂഹമാണ്. ഈ ഹൈന്ദവ സമൂഹം ആഘോഷിക്കുന്ന ഈ വിഷുവിന് ഒരു ആശംസ കാർഡ് ഇറക്കി എന്ന് പറയുന്ന ആ നല്ല മനസ്സിനെ എന്താ ആരും കാണാതെ പോകുന്നത്? നമുക്ക് ഈ വിഷയം വിവാദമായപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കുകയും ആ റെസ്റ്റോറൻറ്റിനോടൊപ്പം മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ തീരേണ്ടുന്ന ഒരു വിഷയമാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ ക്ഷേത്രങ്ങളുടെ ഉത്സവ നോട്ടീസുകൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എത്താറുണ്ട്. അതിൽ റെസ്റ്റോറൻറ്റുകളുടെ പരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ റെസ്റ്റോറൻറ്റുകളുടെ പരസ്യങ്ങളിൽ ഈ പറയപ്പെടുന്ന കുഴിമന്തിയും ചിക്കൻ മന്തിയും അതും ഇതുമൊക്കെ തന്നെയല്ലേ വിളമ്പുന്നത്. അതിൻ്റെയൊക്കെ പടങ്ങൾ വെച്ച് എത്രയോ ക്ഷേത്ര നോട്ടീസുകൾ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ ക്ഷേത്രമായ മേലില ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, അവിടെ ഞാനൊക്കെ കമ്മിറ്റിയിലിരിക്കുന്ന സമയത്ത് ബാക്ക് ഇന്നർ പേജ് അത് നല്ല പൈസയ്ക്കാണ് അതിൻ്റെ പരസ്യം കൊടുക്കുന്നത്. സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത് കുന്നിക്കോട് പ്രവർത്തിക്കുന്ന ബേക്ക് അറേബ്യ എന്ന് പറയുന്ന സ്ഥാപനമാണ്. നമ്മുടെ സഹോദരങ്ങളായി നമ്മൾ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നടത്തുന്ന സ്ഥാപനമാണ്. നമ്മൾ വിളിച്ചു പറയും, അളി അത് ചെയ്തോ എന്ന് അവർ പറയും. അവരൊരു ഡിസൈൻ അയച്ചു തരും. അവരയച്ചു തരുന്ന ഡിസൈനിൽ ഈ കുഴിമന്തിയുടെ ഇതിൻ്റെയൊക്കെ പടം ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരിക്കലും ഇതൊന്നും മാറ്റാതെ തന്നെ പ്രിൻ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിനെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഒരു വിഷുവിന് ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോസ്റ്ററുകൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു CPM നേതാവിൻ്റെ പേജിലേക്ക് ഒരു പോസ്റ്റർ, അപ്പം നമുക്ക് അറിയാലോ, നമുക്കൊരു PR പ്രൊഡക്ഷൻ കമ്പനി കൂടി ഉള്ളതുകൊണ്ട് ഒരു CPM നേതാവിൻ്റെ ഇതിലേക്ക് അവർ ഒരു വിഷു പോസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡിസൈനറോട് പറഞ്ഞു, എടാ ശ്രീകൃഷ്ണൻ്റെ പടം വെക്കണ്ട കേട്ടോ, ഒരു കണിക്കൊന്നയും വിഷു ആശംസകൾ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്ത പോലെ അയാൾ എന്നോട് ചോദിച്ചു, ചേട്ടാ CPMമാർക്ക് കൃഷ്ണനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ ചേട്ടൻ അങ്ങനെ പറഞ്ഞു? അതുകൊണ്ടൊന്നുമല്ല, വെറുതെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയല്ലേ, വെറുതെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഇസ്ലാം മത വിശ്വാസിയായ മനുഷ്യൻ്റെ കടയിൽ ഒരു വിഷുവിന് ഒരു ആശംസ ഹൈന്ദവ സമൂഹത്തിന് മുന്നിലേക്ക് ഇറക്കി എന്ന് പറയുന്ന നല്ല മനസ്സിനെ എന്തേ ഇവർ കാണാതെ പോകും? ഒരു റെസ്റ്റോറൻ്റ് ഉടമയും ഗ്രാഫിക് ഡിസൈനർമാരല്ല, ഉറപ്പായിട്ടും അല്ല. ഈ പാവം പിടിച്ചവർ ഒന്നുകിൽ അവർ പേജ് മാനേജ് ചെയ്യുന്ന കമ്പനിയോട്
അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡിസൈനറോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്കൊരു വിഷുവിനൊരു ആശംസാ കാർഡ് വേണം. ആ ഡിസൈനറുടെ ഐഡിയയിൽ തോന്നിയ ഒരു സാധനം, കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടി പോയി. ഒന്നുമില്ല അതിനകത്ത്, ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. കൃഷ്ണന്റെ ഒരു സാധാരണ പടം, ഈ വെണ്ണ നോക്കിയിരിക്കുന്ന കൃഷ്ണന്റെ പടം, അത് വെണ്ണ വെട്ടി മാറ്റിയിട്ട് അവിടെ കുഴിമന്തിയുടെ പടം വെച്ചു. ഇനി കൃഷ്ണന്റെ കയ്യിലേക്ക് ഈ വെണ്ണയ്ക്ക് പകരമോ അല്ലെങ്കിൽ ഓടക്കുഴലിന് പകരമോ ഈ സാധനം ഒന്നും എടുത്ത് വെച്ച് കൊടുത്തില്ലല്ലോ ആ ഡിസൈനർ. ഇതിനെ അങ്ങനെ കണ്ട് കളഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇനി അതിനും അപ്പുറത്തേക്ക് രാഹുൽ പറഞ്ഞ മറ്റൊരു വിഷയമാണ് 9ഓളം അധ്യാപകരും അവരുടെ കുടുംബത്തിൽപ്പെട്ടവരും 300 അടി താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞ് മരണപ്പെട്ട സംഭവം. അതിൽ മരണപ്പെട്ടവരെല്ലാം ഇസ്ലാം മത വിശ്വാസികളല്ലെന്നേ, ആണോ? അല്ല, ഇതിന്റെ അടിയിൽ വന്ന് കമന്റുകൾ ഞാൻ പറയാണ്, ഒരു രഘുരാമൻ എന്ന് പറഞ്ഞ ഒരാള് എന്താണ് സ്വർഗത്തിൽ പാൽപ്പുഴയൊക്കെ തേടി നടക്കുന്നവരാണ്, ഞമ്മൻ്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടു. ഇത് കേരളമാണ് സുഹൃത്തെ, ഞാൻ വീണ്ടും ഓർമ്മ, ഇത് കേരളമാണ്. എന്തിനാണ് ഈ മതപരമായ ചിന്താഗതി? ഇനി ഈ രഘുറാം ഈ പോസ്റ്റ് ഇട്ടേ, ഞാൻ കൊണ്ട് പറയണം, ശുദ്ധ തന്തയില്ലായ്മത്തരം എന്ന് തന്നെ പറയാം ഈ രഘുറാമിൻ്റെ ആ പോസ്റ്റ്. ഇനി ആ രഘുറാമിൻ്റെ പ്രൊഫൈലിലേക്ക് പോയിട്ട് രഘുറാം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് നിൽക്കുന്ന ഒരു പടം വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തു വിളിക്കുന്നത് മറ്റൊരു വിഭാഗം രാഷ്ട്രീയ നപുംസകങ്ങൾ, രാഷ്ട്രീയ ചിന്താഗതികളുള്ള നപുംസകങ്ങൾ, മതചിന്താഗതിയുള്ള നപുംസകങ്ങൾ, ഇവരിതിനൊക്കെ ആളിക്കത്തിക്കുകയാണ്. ആ ഹോട്ടൽ മുതലാളി മാപ്പ് പറഞ്ഞപ്പോൾ തീരേണ്ട വിഷയമാണ്. ആരൊക്കെയാണ് ഇത് ഏറ്റുപിടിച്ചത്? ഇല്ല, ഇതിന്റെ പുറകെ ഒന്ന് ആലോചിച്ചു പോകും. മലപ്പുറത്ത് ആക്സിഡന്റ് നടന്നതും കൊല്ലത്തുള്ള ആള് ഒരു പോസ്റ്റർ ഇറക്കിയത് തമ്മിൽ എന്താണ്? ഇപ്പോൾ മലപ്പുറത്തല്ല, തമിഴ്നാട്ടിലാണ് ആക്സിഡന്റ് നടന്നത്, ആലപ്പുഴയിലാണ് പോസ്റ്റർ ഇറക്കിയത്. അല്ല, ഇതിനെ അവര് മലപ്പുറത്തുള്ളവരാണ്. ഇതിനെയൊക്കെ കണക്ട് ചെയ്യാണ്. എന്റെ വിഷയം ഇത്രയേ ഉള്ളൂ. അല്ല, അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇസ്ലാമികളുള്ള എല്ലാവരും ഇത് അനുഭവിച്ചേ തീരത്തോളം. ഹൈന്ദവ ദൈവങ്ങളോട് ഇഷ്ടമുള്ള എല്ലാ ആളുകളും, ഞാൻ അപ്പോൾ തിരിച്ചു ഈ കമന്റ് ഇട്ടവരിൽ കുഴിമന്തി തിന്നിട്ടില്ലാത്തവർക്ക് എന്നെ വന്ന് കൊല്ലാം. ഞാൻ ഈ അഭിപ്രായം പറയുന്നവരോട് എന്നെ വന്ന് കൊല്ലാം. ആ പറയപ്പെടുന്ന ഹോട്ടൽ വേണമെങ്കിൽ നിങ്ങൾ തച്ച് തകർക്ക്. പക്ഷെ നിങ്ങൾ ഒരിക്കലും മാംസാഹാരം കഴിച്ചിട്ടില്ലാത്തവരായിരിക്കണം എന്നുള്ളതാണ്. ഭഗവാൻ ഏതൊക്കെയോ സംഘടനകൾ ആ ഹോട്ടലിനെതിരെ സമരവുമായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ യാദവകുലത്തിൽ ജനിച്ച ആളാണ് അല്ലേ? യാദവകുലത്തിൽ ജനിച്ചിരുന്നവർ വെജിറ്റേറിയൻ ആയിരുന്നോ നോൺ വെജിറ്റേറിയൻ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല. പുരാണങ്ങളിലൊന്നും ഇദ്ദേഹം സസ്യാഹാരങ്ങൾ മാത്രമാണ് കഴിച്ചിട്ടുള്ളത് എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. എന്തിനേയും സ്നേഹിക്കാൻ പഠിച്ച, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തകർന്നു നിൽക്കുന്ന അർജുനന് ഉപദേശം കൊടുത്ത മനുഷ്യനാണ്. അവിടെയും നടന്നത് എന്തിൻ്റെ പേരിലായാലും, കുരുക്ഷേത്ര യുദ്ധഭൂമിയിലടക്കം എന്തിൻ്റെ പേരിലായാലും നടന്നത് കൊലപാതകങ്ങൾ തന്നെയല്ലേ? അതെ, യുദ്ധത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കിയത്. അവിടെ മനുഷ്യനെ മാത്രമാണോ കൊന്നേ? ആണോ? കൗരവപ്പടയെ മാത്രമാണോ കൊന്നേ? കൗരവപ്പടയ്ക്ക് സഹായമായി നിന്ന അശ്വങ്ങളെയും ഗജങ്ങളെയും ഒക്കെ, ആനയെയും ഈ പറയപ്പെടുന്ന കുതിരയെയും ഒക്കെ മരണപ്പെട്ടില്ലേ? അറിഞ്ഞോ അറിയാതെയും ഒക്കെ മരണപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. ഞാൻ ഹൈന്ദവ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല. അതിനെല്ലാം അങ്ങനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്രയും വലിയ വികാരധീരരാകുന്ന ഹിന്ദുക്കൾ സ്വന്തം അമ്പലങ്ങളിൽ നടക്കുന്ന കള്ളത്തരങ്ങളും, ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി തൊട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കൊള്ളയും, ഇങ്ങനെ കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളും എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നടന്നുള്ള കൊള്ളകളാണെങ്കിലും ഈ ദേവപ്രശ്നത്തിൽ തെളിയുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ ആചാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം എന്താണ് ഇവർ വികാരധീരരാവാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. ഹൈന്ദവ സമൂഹത്തിൽ അത് നൊന്നിട്ടുണ്ടെങ്കിൽ, ഹൈന്ദവ പുരോഹിതന്മാർക്ക് ഭക്തർക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ, ആ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞ ഒരാളെ വീണ്ടും 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 ഇത് ഉപദ്രവിക്കേണ്ട ആവശ്യം എന്ത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ ഈ ജനം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പ്രവാചകനെ നിന്ദിച്ചതിൻ്റെ പേരിൽ കരങ്ങൾ നഷ്ടപ്പെട്ട അധ്യാപകരുള്ള നാട് തന്നെയാണിത്. കുറ്റം പറയുന്നില്ല. ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ചില ആളുകളുടെ പ്രവൃത്തിയൊക്കെ തന്നെയാണ്. ചില ആളുകളുടെ ഒരു 0.1% എല്ലാ സമുദായത്തിലുമുള്ള തീവ്രവാദികളുണ്ട്. ഹൈന്ദവരിലും ക്രൈസ്തവരിലും ഇസ്ലാം മതവിശ്വാസികളിലുമുള്ള തീവ്രവാദികളുണ്ട്. ആ തീവ്രവാദികൾ ചെയ്തു വെച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ നാട് കാണുന്ന ഇത്തരത്തിലുള്ള ചേരിതിരിഞ്ഞുള്ള വർഗീയ പരാമർശങ്ങളും വർഗീയമായ വേർതിരിവുകളും. ഭഗവാൻ കൃഷ്ണൻ്റെ ചിത്രത്തിന് മുന്നിൽ വിഷുദിനം അവൻ്റെ പ്രൊഡക്റ്റല്ലേ അവന് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ? ഞാൻ ചോദിക്കട്ടെ, അവൻ്റെ കട കുഴിമന്തി കടയാണെങ്കിൽ അവൻ വിഷുവിനൊരു ആശംസാ കാർഡ് ഇറക്കുമ്പോൾ അവൻ കുഴിമന്തിയുടെ പടമല്ലാതെ വേറെ എന്തിൻ്റെ പടമാണ് വെക്കാൻ പറ്റുക? വേറെ എന്തിൻ്റെ പടമാണ് അവിടെ വെക്കാൻ പറ്റുക? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ പറയാം, ബാക്ക് മീഡിയ നമ്മുടെ സ്ഥാപനം ഒരു വിഷു കാർഡ് ഇറക്കുമ്പോൾ നമ്മളൊരു ക്യാമറയാണ് സിംബോളിക്കായിട്ട് വെച്ചത്. ഭഗവാന്റെ കയ്യിലൊരു ക്യാമറയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വെച്ചത്. അത് ക്രിയേറ്റീവായി ചെയ്യുന്നതാണ്.
പക്ഷേ മതനിന്ദ എങ്ങനെ ആണ് ഇവിടെ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മതനിന്ദ നടക്കുന്നത് ക്രൈസ്തവ സംഘടനയിലാണ് എന്ന് ഞാൻ പറയും. കാരണം ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ക്രിസ്മസ് അപ്പൂപ്പനെ വെച്ചിട്ട് എന്തെല്ലാം കാണിക്കും. ചിക്കൻ തിന്നുന്ന ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, അങ്ങനെ എല്ലാ കടയിലെ പോസ്റ്റർ ക്രിസ്മസ് അല്ല, അപ്പൂപ്പൻ. അവിടുത്തെ ക്രിസ്മസ് അപ്പൂപ്പൻ ജീസസ് ക്രൈസ്റ്റ് അല്ല എന്നുള്ളത് വേറൊരു സാധനം. അതിനപ്പുറത്തേക്ക് ഈ ക്രൈസ്തവ ദൈവങ്ങൾക്ക് ഈ നോൺ വെജ് ആകാം, അവർ നോൺ വെജ് കഴിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ക്രിസ്ത്യൻ വെജിറ്റേറിയൻ ആണ് എന്ന തെറ്റിദ്ധാരണയിലാകാം, അല്ലെങ്കിൽ ധാരണയിലാകാം, നല്ലതോ ചീത്തോ എനിക്കറിയില്ല, ഉറപ്പൊന്നും ഇല്ലല്ലോ അദ്ദേഹം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ. അതായത് ഒരാൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തൊരു കാർഡ് അതിന് ഇത്രയും വിവാദമാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ്.